അമ്മയും മകളും ചേർന്ന് KSRTC ബസ്സിൽ കയറി എന്ന ഒരു സുപ്രധാനമായ മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ആ മൊഴി എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് പോലീസിന് ഇപ്പോഴും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല വിജയകുമാർ. ഏതായാലും ഓട്ടോ ഡ്രൈവറിൽ വരെ എത്തിയിരിക്കുന്നു. അതായത് തിരുവാങ്കുളത്തേക്ക് എത്തുന്നു. ഭർത്താവിന്റെ വീടായ പുത്തൻകുരിശിൽ നിന്ന് കുട്ടിയെ ചെങ്ങമനാടുള്ള കുറുമശ്ശേരിയിൽ വരെ എത്തുന്നു. അവിടെ നിന്ന് തിരുവാങ്കുളത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഓട്ടോയിൽ കയറുന്നു. അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ഫാക്റ്റുകൾ പോലീസിനും ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് ഒരു ചാർട്ട് പോലെ തയ്യാറാക്കി അവരുടെ ഒരു സഞ്ചാര പാതയൊക്കെ തയ്യാറാക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിലേക്ക് എത്തുന്നത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അങ്ങനെ തിരുവാങ്കുളത്ത് ഇറക്കി വിട്ടു എന്നുള്ളൊരു മൊഴിയിലേക്ക് നൽകിയിരിക്കുന്നത്. അതുവരെ ശരിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് KSRTC ബസ്സിലാണ് കയറിയതെങ്കിൽ അത് ഒരുപാട് ഭാഗങ്ങളിലേക്ക് അവിടെ നിന്ന് KSRTCക്ക് സർവീസുള്ള മേഖലയാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് കയറി എന്നുള്ളത് നിർണായകമാണ്. എവിടെ ഇറങ്ങി എന്നുള്ളതും അതിനിർണായകമാണ്. ഈ രണ്ട് വിവരങ്ങൾ പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസ് ഇപ്പോൾ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ഇപ്പോൾ ഇനി കിട്ടാനുള്ളത്. ഇപ്പോൾ ഈ കിട്ടിയ വിവരങ്ങളും അമൂല്യമായ ഒരു വിവരമാണ്. കാരണം KSRTC ബസ്സിൽ കയറി എന്നുള്ളത് ശരിയാണെങ്കിൽ ആ അടിസ്ഥാനത്തിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോലീസിന് വിവരം നൽകാൻ സാധിക്കും. പക്ഷേ അത് തെറ്റാണെങ്കിൽ പോലീസിന്റെ അന്വേഷണം നേരെ തെറ്റായ ദിശയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായ, വളരെ വേഗത്തിൽ കിട്ടാവുന്ന വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. അതിനാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായം പോലീസ് തേടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വിവരമെങ്കിലും, അത് പോലീസിനെ വഴിതെറ്റിക്കാത്ത വിവരമാണെങ്കിൽ അത് പോലീസുമായി പങ്കുവെക്കണം. പോലീസ് ഈ രാത്രിയിൽ നാട്ടുകാരും ഉണർന്ന് തിരച്ചിൽ നടത്തുന്നത് ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതികൂല കാലാവസ്ഥയുണ്ട്. വളരെ വേഗത്തിൽ കുഞ്ഞിനെ കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും തിരച്ചിലുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ KSRTC ബസ്സിൽ കയറിയാണ് മുന്നോട്ട് പോയത് എന്നുള്ള ഒരു വിവരം അമ്മയുടെ കയ്യിൽ നിന്ന് പോലീസിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും അതിന്റെ ഒരു വസ്തുത അത് എത്രത്തോളം ശരിയാണ് എന്നത് പരിശോധിച്ചു വരികയാണ്. കുട്ടിയുടെ അമ്മ നൽകുന്ന മൊഴി എങ്ങനെ മുഖവിലക്കെടുക്കണം എന്നതിൽ പോലീസിനും ആശയക്കുഴപ്പമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു മൊഴിയിൽ അമ്മ ഉറച്ചു നിൽക്കുന്നില്ല. പലപ്പോഴും മാറ്റി മാറ്റിയാണ് പറയുന്നത്. കുട്ടിയെ കാണാതായതിൽ ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പറ്റുന്നത് അമ്മയ്ക്കാണ്. കാരണം അമ്മയും കുഞ്ഞു മാത്രം ഉണ്ടായിരുന്നുള്ളൂ യാത്രയിൽ. മറ്റു ബന്ധുക്കളോ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നതിൽ ഒരുപക്ഷെ അമ്മയ്ക്കായിരിക്കാം കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഉള്ള കുറേ പ്രായോഗിക പ്രശ്നങ്ങളുമുണ്ട്. അമ്മയ്ക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളയാളാണ്. എന്തെങ്കിലും വിവരം കൃത്യമായി നൽകാൻ പറ്റുന്ന തരത്തിൽ കഴിയുന്നുമില്ല. അതിൻ്റെ ഒരു പ്രശ്നവുമുണ്ട്. അപ്പോൾ അതാണ് പോലീസിനെ കുഴക്കുന്നത്. പക്ഷേ അപ്പോഴും ആ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ റൂറൽ ജില്ലയിൽ മാത്രമല്ല, എറണാകുളത്ത് സിറ്റിയിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ വൈകാതെ നമുക്ക് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതാം. ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നു തിരുവാങ്കുളത്ത് അവരെ കൊണ്ടുവിട്ടു എന്ന് പറയുന്നു. അത് ശരിയാണ്. തിരുവാങ്കുളത്തെ നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന തിരുവാങ്കുളത്ത് അവർ വന്ന ഏതാണ്ട് ഒരു 3:20 സമയത്തെ 3:30 അടുപ്പിച്ചുള്ള സമയത്തെ ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് KSRTC ബസ്സിൽ ആലുവയ്ക്ക് പോയി എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ അതിൽ എന്തോ ചില പിശകുകൾ ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. കാരണം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല 3 വയസ്സുകാരിയുടെ അമ്മ എന്നതാണ് അത് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പോലീസ് പരിശോധിക്കുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പ്രത്യേക പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. ആലുവ, അതുപോലെ എറണാകുളത്ത് 2 റെയിൽവേ സ്റ്റേഷനുകൾ, ആലുവ റെയിൽവേ സ്റ്റേഷന്, അതിനിടയിലുള്ള പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകളൊക്കെ ഇപ്പോൾ പുത്തൻകുരിശിനും ആലുവയ്ക്കും ഇടയിലാണ് ഇപ്പോൾ വ്യാപകമായി പരിശോധന നടത്തുന്നത്. ഈ റൂട്ടിലാണ് അവർ സഞ്ചരിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിനപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ടാണോ അവർ വീട്ടിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള സംശയമുണ്ട്. എന്തായാലും ഈ മേഖലയിലാകെ, ആലുവ പുത്തൻകുരിശ് മേഖലയിലാകെ പരിശോധന നടത്തുകയാണ്. അതുപോലെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ വൈകാതെ നമുക്ക് അത് സംബന്ധിച്ചുള്ള കുറെ കൂടി കൃത്യതയാർന്ന വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്ന ആളുകൾ, നാട്ടുകാർ ദയവായി ആ നമ്പറിൽ അറിയിക്കുക. എറണാകുളം റൂറൽ പോലീസിൻ്റെ നമ്പറാണ്, അതിൽ അറിയിക്കുക. അതുപോലെ ഈ ബസ്സിൽ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്ത ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അവർ ഈ കുഞ്ഞിനെയോ അമ്മയോ ബസ്സിലോ ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ എന്നുകൂടി ഒന്ന് ഓർത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ വിവരവും പോലീസിന് നൽകാം. അത് ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണത്തെ ബാധിക്കാത്ത
തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതല്ലാത്ത ഏത് ഇൻഫർമേഷനും ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ നൽകാൻ പോലീസ് കൂടി അഭ്യർത്ഥിക്കുന്നുണ്ട്. അതാണ് ആ നമ്പർ ഞങ്ങൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന. ആ നമ്പറിൽ ദയവായി അത്തരം വിവരങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും അറിയിക്കുക.